ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ദൈവം ആത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല ഭൂവാസികളുമായുള്ള ഒരു യഹോവയ്ക്ക് ആർപ്പോഴും സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ, അവിടുന്ന് നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവരാകുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സകല ചരാചരങ്ങളുടെ സൃഷ്ടികർത്താവ്, ഞങ്ങളുടെ ജീവന്റെ പരിപാലകരുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ഓർത്ത് തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ കൂടിയിരുവാനും ദൈവത്തെ ആരാധിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചിരിക്കുന്ന കൃപ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഈ വിശുദ്ധ ദിവസവും അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമക്കളുടെ മേലും ദൈവത്തിന്റെ കൃപ പകരണമേന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിലൂടെയുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ ദൈവനാമ സ്തുതിക്ക് മഹത്വമായി ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 107 ഗാനം നമുക്ക് ഒരുമിച്ച് പാടാം. ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 107 ഗാനം. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. ആരാധനക്രമം 3 പുറം, സ്തുതിയുടെ വചനങ്ങൾ 1 ഭാഗം പ്രതിവാക്യമായി ചൊല്ലി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആരാധനക്രമം 3 ഭാഗം, സ്തുതിയുടെ വചനങ്ങൾ 1 ഭാഗം. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രമാണപ്രകാരം നടക്കാൻ
ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ട് അനുസരിച്ചില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരും മൈക്ക് ഓഫ് ചെയ്ത് വയ്ക്കണമെന്ന് കൃത്യമായിട്ട് അറിയിക്കും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസ്മരണവുമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും വന്നുപോയ എല്ലാ കുറവുകളെയും വീഴ്ചകളെയും ഉണർന്നുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നമ്മുടെ പാപങ്ങൾ എത്ര കടുചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം. ആരാധനക്രമം 10-ാം പുറത്തിൽ കാണുന്ന പാപസ്വീകാര പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന അവിടുത്തെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുമ്പാകെ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റുപറയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്ത് അവിടുത്തെ കൽപ്പനകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. അറിഞ്ഞുമറിയാതെ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞങ്ങൾ പിഴച്ചു. തിരുവിഷ്ടത്തിന് പ്രസാദമുള്ളത് ഞങ്ങൾ ചെയ്യാതെ തിരുമുമ്പാകെ അറപ്പും വെറുപ്പുമുള്ളവ ചെയ്ത് അവിടുത്തെ കോപത്തിനും ശിക്ഷയ്ക്കും പാത്രീഭവിച്ചിരിക്കുന്നു. തിരുരാജ്യത്തിന്റെ കെട്ടുമണിയിൽ ഞങ്ങൾ അവിടത്തോട് പങ്കാളികളാകാതെ ഞങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾ അന്വേഷിച്ച് ജീവിച്ചു. ഞങ്ങൾ പാപത്തോട് മരണത്തോളം എതിർത്ത് നിൽക്കുകയോ ഞങ്ങളുടെ ചുറ്റും കാണുന്ന അനീതികളോട് ഞങ്ങൾ ശക്തമായി പോരാടുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാതെ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. യുവനാമത്തിനും തിരുനാമത്തിന് അപമാനവും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നഷ്ടവും ഞങ്ങൾ വരുത്തിയിരിക്കുന്നു. പാപിയുടെ മരണം ഇഷ്ടമില്ലാത്ത കർത്താവ്, മഹാപാപികളായി ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സകല മലിനകളിൽ നിന്നും കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിഷ്കളങ്കമായി ജീവിച്ച് ലോകത്തിന്റെ വെളിച്ചമായി ശോഭിക്കാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ പ്രത്യാശയോടുകൂടി എതിരേൽക്കാനും അവിടുത്തെ മഹത്വ രാജ്യത്തിൽ നിത്യാനന്ദം അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. സത്യമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞവരോടുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾപ്പിൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ തന്നെ മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിലും തന്നെ. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം ഒരുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പാപക്ഷമിക്കും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ആരാധനക്രമം 14-ാം പുറത്തിൽ കാണുന്ന പൊതുവായ സ്തോത്ര പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയവിലാസരായ ഞങ്ങളോടും മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതൽക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനുവും മനഃപൂർവമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാമൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളയായി തീരേണ്ടതിനും അങ്ങേ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകൾ ഒക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കർണങ്ങളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാമൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ആരാധനയ്ക്കുള്ള പുസ്തകത്തിലെ 261-ാമത്തെ ഗാനം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റെന്ന് പാടാം.
ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 261 പേരാണ്. ആരാധനക്രമം 20-ാം പുറത്തിൽ കാണുന്ന കൽപ്പനകൾ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നമ്മുടെ ദൈവമായ കർത്താവ് പണ്ട് തന്റെ ജനങ്ങൾക്ക് താഴെ വരുന്ന കൽപ്പനകൾ കൊടുത്ത് പറഞ്ഞു എന്നാൽ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, എന്റെ മുമ്പാകെ എന്റെ ദൈവങ്ങൾ നിനക്കുണ്ടായിരിക്കരുത്. നിനക്കായ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി നീ അതിനെ കുമ്പിടുകയെങ്കിലും അതിനെ സേവിക്കുകയെങ്കിലും അരുത്. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയ്ക്കുകയും ചെയ്യുക. എന്നാൽ ശബ്ദനാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക. നിന്റെ പിതാവിനെയും നിന്റെ മാതാവിനെയും ബഹുമാനിക്കുക. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, മോഹിക്കരുത്. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിപ്പാൻ സഹായിക്കണമേ. ആമേൻ. കൽപ്പനകളുടെ ചുരുക്കം. കർത്താവായ യേശു തന്റെ ഉപദേശത്തിൽ അരുളി ചെയ്തത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നത് മുഖ്യ കൽപ്പനയാകുന്നു. രണ്ടാമത്തേത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിപ്പാൻ സഹായിക്കണമേ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ നമ്മുടെ വിശ്വാസം സ്വീകരിച്ച് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു,
കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായമെടുപ്പാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സഹകരണത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. 34-ാമത്തെ സങ്കീർത്തനം നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം. സങ്കീർത്തനം 34. സങ്കീർത്തനം 34 നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിനിരിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. മക്കളെ വന്ന് എനിക്ക് ചെവിതരുവിൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ച് യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ പഴിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. വേണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. എല്ലാവരും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള വിശുദ്ധ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്ന് യേശുവിനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം എന്ന് അവൻ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എന്റേതല്ല, ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അതിനുശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി. യേശു അവരെ അടുക്കൽ വിളിച്ച് അവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ഇവിടെ എന്നത്തേക്കുള്ള സുവിശേഷ പാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ചെറുതും വലുതുമായ നമ്മുടെ വിവിധമായ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പ്രാർത്ഥനകളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമുക്ക് ഉത്തരം അരുളുവാൻ, നമുക്ക് ദൈവിക സൗഖ്യം പ്രാപിക്കുവാനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം.
പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോരേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോരേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ യാചന. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങൾ ദിനതോറും നടത്തി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാത ആരാധനയെ ഓർത്ത് തിരുനാമത്തിൽ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്ത ഭവനങ്ങളിലും സാഹചര്യങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന ഞങ്ങൾക്ക് കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ രാവിലെ സമയം വിവിധ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നൽകിയ വിലപ്പെട്ട അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് ലോകാവസാനത്തോളം എല്ലാ നാളും ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകേണ്ട, നിങ്ങൾ ഭ്രമിക്കേണ്ട എന്നരുളി ചെയ്ത കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളെയും ആരാധനകളെയും സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ആലയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ആലുവ ഇടവകയ്ക്കായിട്ടും മണികണ്ഠേശ്വരം ഇടവകയ്ക്കായിട്ടും പ്രാർത്ഥിക്കുന്ന ഇടവകളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ദേശത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലോകം മുഴുവൻ ഇന്ന് കോവിഡ് മഹാമാരിയുടെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലായിരിക്കുമ്പോൾ ദൈവികമായ സൗഖ്യത്തിനായിട്ട് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നത് എല്ലാവരുടെ മേലും ദൈവത്തിന്റെ സൗഖ്യം അയച്ച് അവിടുന്ന് വിടുതലിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് അവിടുന്ന് സൗഖ്യം നൽകണമേ. ഈ മഹാമാരി മാറി എല്ലാവരും സൗഖ്യം പ്രാപിച്ച് സാധാരണ നിലയിൽ ജീവിക്കുവാൻ അവിടുന്ന് ക്രമ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സൗഖ്യദായക പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ഡോക്ടേഴ്സിനെ, നഴ്സുമാരെ, ആരോഗ്യ പ്രവർത്തകരെ, ലാബ് ഉദ്യോഗസ്ഥരെ, പോലീസ് ഉദ്യോഗസ്ഥരെ, സന്നദ്ധ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം അവിടുന്ന് ശക്തീകരിച്ച് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, വാക്സിൻ ധാരാളമായി ലഭിക്കുവാൻ, ഈ മഹാമാരിയിൽ നിന്ന് പരിപൂർണമായി വിടുതൽ എല്ലാവരും പ്രാപിക്കുവാൻ, ഇനിയൊരു മൂന്നാം തരം ഉണ്ടാകാതെ കർത്താവ് എല്ലാവരും അവിടുന്ന് കാത്ത് സൂക്ഷിച്ച് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപയിലും അനുഗ്രഹത്തിലും സൗഖ്യത്തിലുമായിരിക്കാൻ എല്ലാ പ്രിയമക്കളെയും അവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ബലവും അനുഗ്രഹവും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയിലും അനുഗ്രഹത്തിലുമായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെ, ചർച്ചക്കാരെ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും എല്ലാ ജീവിതങ്ങളിലും അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് അവിടുന്ന് സൗഖ്യം നൽകണമേ, കുടുംബങ്ങൾക്ക് അവിടുന്ന് സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പലതരത്തിലുള്ള ഭാരങ്ങളിലായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. സലീല പുള്ളിയിൽ എന്ന സഹോദരിക്കായിട്ട് പ്രാർത്ഥിക്കുന്നത് മാതാവിന് പരിപൂർണമായ സൗഖ്യം അവിടുന്ന് കൽപ്പിച്ച് നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശൈലജാലുള്ള എന്ന പ്രിയ സഹോദരിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ലളിത തമലം എന്ന പ്രിയ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോഹാൻ എന്ന പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിഷബാധയേറ്റ് ആയിരിക്കുന്ന പ്രിയ പൈതലിനും അത്ഭുതകരമായ സൗഖ്യം അവിടുന്ന് കൽപ്പിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റു പലതരത്തിലുള്ള ബലഹീനതകളിലും പ്രയാസങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ സൗഖ്യത്താലും അവിടുത്തെ കൃപകളാലും അവിടുന്ന് നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യത്തോടെ എല്ലാവരും ആയിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടികളെയും കുടുംബങ്ങളെയും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നത് ഞങ്ങളെല്ലാവരും കർത്താവെ കോവിഡിന്റെ പ്രയാസങ്ങളിലായിരിക്കുമ്പോൾ ദൈവിക സൗഖ്യം പ്രാപിക്കുവാൻ അവിടുന്ന് സഹായിക്കണം. എന്റെ മാതാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബലഹീനതകളും മാറ്റി യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കുകയും അവിടുന്ന് ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള ബലഹീനതകളായിരിക്കുന്നവരെ അവിടുന്ന് വിടുവിക്കണമേ. അന്ധകാര ശക്തികളിൽ അവിടുന്ന് വിടുവിക്കണമേ. കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ. വിവിധമായ ഉപജീവന മാർഗങ്ങളെ, അധ്വാനങ്ങളെ, കാർഷികവിളകളെ, മൃഗസമ്പത്തുകളെ, പ്രവചാലങ്ങളെല്ലാം അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വ്യാപാര സ്ഥാപനങ്ങളെയും ബിസിനസ്സുകളെയും അനുഗ്രഹിക്കണമേ. കടഭാരങ്ങളിലായിരിക്കുന്നവർക്ക് അതിൽ നിന്നുള്ള വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തികളിൽ അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അവിടുത്തെ കൃപയും സമാധാനവും അനുഗ്രഹവും പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കെല്ലാം അവിടുന്ന് സൗഖ്യം നൽകണമേ. കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ. ജോലികൾക്കായിട്ട് പ്രാർത്ഥിച്ചു കഴിയുന്നവരുണ്ട്.
കുടുംബജീവിതങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ചു കഴിയുന്നവരുണ്ട്. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിച്ചു ദമ്പതിമാരെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ദൂരസ്ഥലങ്ങളിലും വിദേശങ്ങളിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകളിലായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ ദിവ്യമായ സൗഖ്യവും അനുഗ്രഹവും നന്മകളും സമാധാനവും പ്രാപിച്ച് ഓരോരുത്തരും ആയിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. സകലമാനവും മഹത്വവും വീഴ്ച അവിടത്തേക്ക് തരുന്ന കർത്താവ് ഈ ആരാധനയിലായിരിക്കുന്ന എല്ലാ പ്രിയ കുടുംബങ്ങളെയും പ്രിയമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകളിൽ അവര് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഓരോ ഭവനങ്ങളും ദൈവാലയങ്ങളായി, ഓരോ ഭവനങ്ങളും അൽത്താറുകളായി മാറുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ കൃപ എല്ലാ കുടുംബങ്ങളിലും പ്രാപിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ അവിടുത്തെ സൗഖ്യത നിറയ്ക്കണമേ. ഞങ്ങളുടെ മഹായിടമേയും സഭകളെയും വിശ്വാസികളെ ഓർക്കുന്നു. ഞങ്ങളുടെ നേതൃത്വത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തിരുമേനിയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും മിഷൻ ഫീൽഡുകളെയും മിഷണറിമാരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ഭരണ നേതൃത്വങ്ങളെയും അനുഗ്രഹിക്കണമേ. ജനക്ഷേമകരമായി പ്രവർത്തിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പ്രദേശങ്ങളെല്ലാം അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. ഞങ്ങൾക്ക് ആലയങ്ങളിൽ ഒരുമിച്ച് കൂടി ആരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും അവിടുത്തെ സൗഖ്യത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യം അവിടുത്തെ കൃപയാണല്ലോ. അവിടുത്തെ അനുഗ്രഹവും സൗഖ്യവും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കൂടുതൽ സാക്ഷ്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങളെ തുടർന്നും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും വീഴ്ചയും എല്ലാം അവിടത്തേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അവിടുന്ന് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കർത്താവ് ദുഷ്ടങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് ഭവനങ്ങളിലായിരുന്നു കൊണ്ട് തന്നെ ആരാധനയുടെ ഭാഗമാകുവാൻ ദൈവം സഹായിച്ചിരിക്കുന്ന കൃപയോർത്ത് ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ കൃപകളാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓൺലൈൻ ആരാധന തന്നെയാണ് ഇന്നുകൂടെ. നമുക്ക് പൊതുവിലെ ആരാധനകൾ ആരംഭിക്കാനുള്ള അവസരം ലഭിച്ചുവെങ്കിലും ശുശ്രൂഷകരായ നമുക്ക് കോവിഡ് പ്രയാസം വന്നതുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു ക്രമീകരണം ആയിരിക്കുന്നത്. വരുന്ന ആഴ്ചകളിൽ നമുക്ക് ഉചിതമായ ക്രമീകരണങ്ങൾ ചെയ്ത് ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാനും കുടുംബവും കോവിഡ് പോസിറ്റീവായി കഴിയുകയാണ്. നിങ്ങളുടെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് അറിയിക്കുന്നു. ആരാധനയുടെ തുടർന്നുള്ള ക്രമീകരണങ്ങൾ പിന്നത്തേതിൽ അറിയിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ സഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ നിലകളിൽ ലഭിച്ച സംഭാവനകളും സഹായങ്ങളും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സഭയിലെ കുറേയധികം കുടുംബങ്ങൾക്ക് ബുക്ക് വിതരണവും ഭക്ഷണ വിതരണവും സാമ്പത്തിക സഹായവും നൽകി. അതോടൊപ്പം എല്ലാ വർഷവും സ്കൂൾ വർഷത്തിൽ ചെയ്യുന്നത് പോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉള്ള ബുക്ക് പേന വിതരണവും നടത്തുകയുണ്ടായി. അതിനെ ക്രമീകരിച്ച എല്ലാവരോടുമുള്ള സഭയുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പാലരാവനം ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ഏകദിന കൺവെൻഷൻ നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ ഗൂഗിൾ മീറ്റായിട്ട് നടത്തപ്പെട്ടു. അതിൽ പങ്കെടുത്ത വിവിധ ശുശ്രൂഷകൾ നിർവഹിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സന്തോഷത്തെയും അറിയിക്കുന്നു. ഇന്ന് രാത്രി 9 മണിക്ക് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആരാധന ലൂതറൻ സഭകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നതായിരിക്കും. ഈ ആരാധനയിലും എല്ലാവരും പ്രാർത്ഥനയോടെ സംബന്ധിക്കാനായിട്ട് എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. ഈ ആഴ്ചയിൽ വിവാഹ വാർഷികം ആഘോഷിക്കുന്നത് 28-ാം തീയതി ശ്രീ ബിജു ആർ ആൻഡ് ഷീജ ബി ബദൽ ഭവൻ ചാനൽക്കര. അവരുടെ കുടുംബജീവിതത്തിന്റെ പുതിയ വർഷത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. സഭയുടെ പേരിൽ എല്ലാ ജന്മനാൾ ആശംസകളും എല്ലാ വിവാഹ വാർഷിക ആശംസകളും അറിയിക്കുന്നു. ജന്മനാൾ ആഘോഷിക്കുന്നവർ 27-ാം തീയതി സജിത് വി എസ് കൈതർത്തല, 28-ാം തീയതി ബിജി വി ബി ബിജി ഭവൻ, 1-ാം തീയതി ജൂലൈ മാസം 1-ാം തീയതി വിമൽ വി എം നിവാസ്, അലിസൺ പള്ളിനട, മീഖൾ ശോഭാലയം, ബിജിൻ SS ശോഭാലയം. ഇവരുടെ എല്ലാം ജീവിതത്തിന്റെ പുതിയ വർഷത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ജന്മനാൾ ആശംസകളും സഭയുടെ പേരിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 291-ാമത്തെ ഗീതം വചന ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കത്തിനായിട്ട് നമുക്ക് കേൾക്കാം. നമുക്ക് ഒരുമിച്ച് പാടാം. വിശ്വാസികളെ തുടങ്ങുന്ന 291-ാമത്തെ ഗീതം.
പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് സ്തോത്രം ചെയ്യുന്നു. ആരാധനയുടെ ഇതുവരെയുള്ള സമയത്തും ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിച്ചുവല്ലോ. വചനത്തെ ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ. വചനം ഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ കരുപ്പെടുത്തുവാൻ 30, 60, 100 മേനി ഫലമുളവാക്കുവാനും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വിവിധമായ കാണിക്കകളെയും കാഴ്ച നേർച്ചകളെയും എല്ലാം അവിടുന്ന് സ്വീകരിക്കുകയും ഞങ്ങളുടെ സമർപ്പണങ്ങളും കാണിക്കകളും എല്ലാം ദൈവത്തിന് പ്രസാദകരമാകുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പ്രിയ പിതാവേ, ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തികച്ചും വ്യത്യസ്തമായിട്ട് നമുക്കിന്ന് വിവിധ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് മുൻ ആഴ്ചകളെ പോലെ തന്നെ ആരാധിപ്പാൻ ദൈവം സഹായിച്ചിരിക്കുന്ന കൃപയോർത്ത് ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു.
കോവിഡിന്റെ പ്രയാസങ്ങൾ പൂർണ്ണമായി മാറുവാനും എല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ദൈവ അവസരം ഒരുക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിലവിൽ 15 പേർക്ക് ആണ് പങ്കെടുക്കാൻ അവസരം ഉള്ളത്. വരുന്ന ആഴ്ചകളിലൊക്കെ അതിനൊക്കെ മാറ്റം വന്ന് കൂടുതൽ പേർക്ക് ദൈവാലയത്തിൽ വരുവാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവ അവസരം നൽകട്ടെ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ മഹാമാരിയിൽ നിന്നുള്ള പരിപൂർണ വിടുതലിനായി നമുക്ക് ശ്രദ്ധിക്കുകയും കരുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം. ഇന്നത്തെ സുവിശേഷ പാഠമായ മർക്കോസ് 10-ാം അധ്യായം 45-ാമത്തെ വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ശുശ്രൂഷയുടെ അനുഭവം, ശിഷ്യത്വത്തിന്റെ വില എന്നുള്ളതാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന വിഷയം. ശിഷ്യത്വത്തിന്റെ വില, കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾസ്. ശിഷ്യൻ എന്നത് പഠിതാവ് എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ശിഷ്യന് അല്ലെങ്കിൽ ഒരു പഠിതാവിന് ഒരു ഗുരു ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുരു എന്നുള്ള ഒരു സംസ്കൃത പദമാണ്. ആ ഗുരു എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു വഴികാട്ടിയാണ്, ഒരു വൈദഗ്ധ്യമുള്ള ഒരു നേതാവാണ് ഗുരു. അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള നേതാവാണ് ഗുരു അല്ലെങ്കിൽ തലവൻ എന്ന് പറയുന്നത്. ഗുരു എന്നുള്ളത് ടീച്ചർ എന്ന് നമ്മൾ പറയുന്ന ആ വാക്കിനേക്കാളും അതിനേക്കാളും കുറച്ചുകൂടെ മുകളിലുള്ള ഒരു സ്ഥാനമാണ് ഗുരു എന്നുള്ളതിന് നമുക്ക് നൽകുവാനായിട്ട് കഴിയുന്നത്. സംസ്കൃതപരമായ ഗുരു എന്ന പദം 2 അർത്ഥങ്ങൾ ചേർന്നാണ്. ഗു എന്നാൽ അതിന്റെ അർത്ഥം ഡാർക്ക്നെസ്, ഇരുട്ട് എന്നാണ്. രു എന്നാൽ ഹി ഹു ഡിസ്പെൽസ് ദം, അതായത് നശിപ്പിക്കുന്നവൻ, ഇരുട്ടിനെ നശിപ്പിക്കുന്നവൻ, ഇരുട്ടിനെ നിരോധിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഗുരു എന്ന വാക്ക് അധ്യാപകർക്ക് അല്ലെങ്കിൽ ഗുരുക്കന്മാർ എന്ന പദം പണ്ട് കാലം തൊട്ട് ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതേപോലെ ഡിസൈപ്പിൾ ശിഷ്യൻ എന്നുള്ള പദം ഡിസിപ്ലിൻ എന്ന പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അതിന്റെ അർത്ഥം അച്ചടക്കം എന്നാണ് അർത്ഥം. അച്ചടക്കത്തിൽ നിന്നാണ് ഡിസൈപ്പിൾ ശിഷ്യൻ. അപ്പൊ ശിഷ്യന്മാർ എന്നുള്ളത് ഗുരുവിന്റെ ഇഷ്ടവും ഗുരുവിന്റെ നിർദ്ദേശവും അനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ജീവിക്കുന്നവരാണ് ശിഷ്യൻ. ഗുരുവിന്റെ ഇഷ്ടവും ഗുരുവിന്റെ നിർദ്ദേശവും സ്വീകരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ജീവിക്കുന്നവരാണ് ശിഷ്യർ എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ അന്ധകാരം നീക്കുന്നവരാണ്, നശിപ്പിക്കുന്നവരാണ് ഗുരുക്കന്മാർ എന്ന് നമ്മൾ മനസ്സിലാക്കും. യേശു കർത്താവിനെ ശ്രേഷ്ഠ ഗുരുവായിട്ടാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ശ്രേഷ്ഠ ഗുരുവാണ് നമ്മുടെ കർത്താവായ ക്രിസ്തു എന്ന് കാണാനായിട്ട് സാധിക്കും. ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനായ രക്തസാക്ഷിയുമായ ഡീട്രിച്ച് ബോൺഹോഫറിന്റെ വിശ്വാസ പ്രസിദ്ധമായ ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമാണ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. അതിൽ ശിഷ്യത്വത്തിന്റെ വില എന്നാണ് അതിന്റെ അർത്ഥം. അതിന് മലയാളത്തിൽ ആ പുസ്തകത്തിന്റെ പേര് വരിക ക്രൂശിക്കപ്പെടുക എന്നാണ്. വരിക ക്രൂശിക്കപ്പെടുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്യജിക്കാനും നശിക്കാനും അനുഗമിക്കാനും ക്രമീകരിക്കാനും അച്ചടക്കത്തിൽ ആയിരിക്കാനും സാധിക്കുന്നവരാണ് ഒരു ശിഷ്യനായി തീരുവാനായിട്ട് സാധിക്കും. ക്രൂശിക്കപ്പെടാൻ തയ്യാറാകുക, വിധേയപ്പെടാൻ തയ്യാറാകുക, സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാകുക. അങ്ങനെയുള്ളവർക്കാണ് യഥാർത്ഥത്തിൽ ഒരു ശിഷ്യനായിരിക്കുവാൻ സാധിക്കുന്നത് എന്ന് ആ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശു കർത്താവ് തന്റെ പരിസര ശുശ്രൂഷയിലൂടെയും തന്റെ ഉപദേശങ്ങളിലൂടെയും മോശയെ പോലുള്ള നേതാക്കന്മാരെ ദൈവം ഉയർത്തിയതിലൂടെ ഒക്കെ ഏലിയാവ്, എലീശ തുടങ്ങിയ പ്രവാചകന്മാർ, പ്രവാചക ശിഷ്യന്മാർ, ഇതിലെല്ലാത്തിലും കൂടെ എങ്ങനെയാണ് ഗുരുക്കന്മാർ, എങ്ങനെയാണ് ഗുരുശിഷ്യ ബന്ധം, എങ്ങനെയാണ് ദൈവവുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള എല്ലാ വിശദമായ പഠിപ്പിക്കലുകൾ നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വേദഭാഗങ്ങളെ ആസ്പദമാക്കി ചുരുക്കമായിട്ട് നമുക്ക് 3 ചിന്തകൾ ഒരുമിച്ച് ധ്യാനിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്ന ശിഷ്യത്വം. മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്ന ശിഷ്യത്വം. ഇന്നത്തെ പഴയ വേദഭാഗമായ ദാനിയേലിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ദാനിയേലിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അവിടെ പ്രവാസം കാരണം ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ, ബാബേൽ പ്രവാസത്തിൽ പിടിച്ചുകൊണ്ടുപോയ 4 ബാലന്മാരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ. ഈ 4 പേർക്കും അവിടെ
അവര് ശ്രേഷ്ഠരാണെന്നും അവരെ കൽദയ വിദ്യാഭ്യാസവും അവിടുത്തെ ജ്ഞാനവും പഠിപ്പിക്കണമെന്നും രാജാവ് തീരുമാനിച്ച് അവരെ പ്രത്യേകമായി പരിപാലിക്കുകയാണ്. അവർക്ക് രാജകീയ ഭോജനം, വീഞ്ഞ്, മറ്റ് സംവിധാനങ്ങൾ, രാജകീയ സുഖസൗകര്യങ്ങളെല്ലാം നൽകുകയാണ്. പക്ഷേ ഇവിടെ ഈ 4 ബാലന്മാർ തീരുമാനമെടുക്കുകയാണ്, ഭക്ഷണം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആത്മീയ കാര്യത്തിലായാലും ഭൗതിക കാര്യത്തിലായാലും ഞങ്ങൾ ദൈവത്തിന് വിരോധമായിട്ടൊന്നും ചെയ്യുകയില്ല എന്നവർ തീരുമാനമെടുക്കുകയാണ്. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 പേരും ദാനിയേലും. അവർക്ക് വേറൊരു സംസ്കാരമാണ്. ഇസ്രായേലല്ല, ബാബേലിലെ വേറൊരു സംസ്കാരം, വേറൊരു സാധ്യത. രക്ഷകർത്താക്കളെ നിയന്ത്രിക്കാനില്ല, ആരും നോക്കാനില്ല, എന്തും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവിടെ അവരെന്ത് തീരുമാനിക്കുകയാണ്? തീരുമാനിക്കുകയാണ് ഞങ്ങൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കും. അറിവ് നേടുകയാണ്. 1-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ അവിടെ പറയുന്നത് അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെയാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ അറിവിൽ സമർത്ഥനാണ്, എല്ലാ തരത്തിലുള്ള സാമർഥ്യം അവർക്കുണ്ട്, അങ്ങനെയുള്ളവരെയാണ് തെരഞ്ഞെടുത്തത്. പക്ഷെ അവർക്ക് ഭൗതികമായ എല്ലാ പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ഉണ്ട്. പക്ഷെ അവരുടെ ആത്മീയ ജീവിതത്തിലും അവർ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ തയ്യാറായി എന്നാണ്. മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ തയ്യാറായി. അപ്പൊ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ശിഷ്യർ എന്ന് പറയുന്നത് ദൈവിക മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ തയ്യാറാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 1-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മളവിടെ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് 10 ദിവസം പരിശോധിക്കുകയാണ്. ശാഖപദാർത്ഥവും പച്ചവെള്ളവും കൊടുക്കാനാണ് അവരോട് പറയുന്നത്. ശാഖപദാർത്ഥവും പച്ചവെള്ളവും. അപ്പോ സാധാരണ ജനത്തിന്റെ സാധാരണ ഭക്ഷണം, ശാഖപദാർത്ഥം എന്ന് പറയുന്നത് പയറ് കൊണ്ടുള്ള പോലത്തെ ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥം തന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് തന്ന് പരിശോധിക്കാനായിട്ട് ഇവരോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്നവര് മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഓഫ് ചെയ്യുക. ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്നവർ മൈക്ക് ഓൺ ചെയ്തവർ ഓഫ് ചെയ്ത് വയ്ക്കുക. ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരും മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തെ ദൈവത്തിന് പ്രസാദകരമായിട്ട് ക്രമീകരിക്കാനായിട്ട് സാധിക്കണം. ഭക്ഷണ കാര്യത്തിലായാലും ശരി, അവര് അന്നത്തെ കമ്പോള സംസ്കാരത്തിന്റെയോ അന്നത്തെ ധൂർത്തിന്റെയോ അന്നത്തെ രാജകീയ ആർഭാടത്തിന്റെയോ പുറകെ പോകാൻ അവർ തയ്യാറായില്ല. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് വീഞ്ഞും രാജകീയ ഭക്ഷണം ഒന്നും വേണ്ട, ഞങ്ങൾ ദൈവസന്നിധിയിൽ ഭക്ഷണം കൊണ്ട് പാപം ചെയ്യുകയില്ല, മാലിന്യത്തിൽ അകപ്പെടുകയില്ല എന്ന് ഒരു തീരുമാനം അവരെടുക്കുകയാണ്. അത് മാത്രമല്ല 17-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അവരെ പരീക്ഷിച്ച് നോക്കിയപ്പോൾ അവർ സകല ബാലന്മാരിലും ദൈവം അവർക്ക് സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു എന്നാണ്. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായി മാറി എന്ന് ആ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഭക്തി അഭിനയിക്കാനുള്ളതല്ല എന്ന് ദാനിയേൽ തെളിയിക്കുകയാണ്. ഭക്തി എന്നുള്ളത് അഭിനയിക്കാനുള്ളതല്ല, ആത്മീയത എന്നുള്ളത് അഭിനയിക്കാനുള്ളതല്ല. ഇവിടെ രാജാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഒരു പുതിയ തീരുമാനം ദാനിയേലിനെ കൊടുക്കാൻ വേണ്ടി ദാനിയേലിന്റെ ശത്രുക്കൾ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു പുതിയ തീരുമാനം ഉണ്ടാകുമ്പോഴും ആ തീരുമാനത്തിന്റെ മധ്യത്തിലും ദാനിയേലിനെ അവിടെ നമ്മൾ വായിക്കുന്നത്, ദാനിയേൽ താൻ പതിവ് പോലെ ചെയ്തു വന്നതുപോലെ താൻ തന്റെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്ന് അവൻ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അതുകൊണ്ട് ആത്മീയത എന്നുള്ളത് അത് അഭിനയിക്കാനുള്ളതല്ല, ആത്മീയത നമ്മുടെ ജീവിതങ്ങളിൽ ജീവിക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിതത്തിലുടനീളം അത് വെളിപ്പെടണം. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യാനായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കണം. അല്ലാത്തൊരു ആത്മീയ ജീവിതം അല്ലാതെ ഒരു കപട ആത്മീയതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ദാനിയേൽ ഒരു പ്രതിസന്ധി വന്നപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ്. ആ അടിയുറച്ച വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ അവന് സിംഹക്കൂട്ടിൽ പോകേണ്ട സ്ഥിതി വന്നു. പക്ഷെ അവിടെയും യഹോവയായ ദൈവം കൂടെ ഇരുന്ന് സിംഹത്തിന്റെ വായ അടപ്പിച്ചുകൊണ്ട് ആ സിംഹക്കൂട്ടിൽ സംരക്ഷകനായി മാറി. പിറ്റേന്ന് പറയുന്നത്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ എന്നാണ് രാജാവ് ദാനിയേലിനെ വിളിക്കുന്നത്. ദാനിയേൽ ജീവനോടെ വരുന്നു. ആ ദേശം മുഴുവനും, ആ രാജാവിന്റെ കീഴിലുള്ള എല്ലാ പ്രദേശങ്ങളിലും ദാനിയേലിന്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളൊരു പുതിയ കൽപ്പന പുറപ്പെടുവിക്കുന്നു. പ്രിയമുള്ളവർ, ഒരു വ്യക്തിയുടെ ഉറച്ച വിശ്വാസം അനേക രാജ്യങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന്
കാരണമായി എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്ന ശിഷ്യത്വം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് മുമ്പിൽ ഒരുപാട് പ്രലോഭനങ്ങൾ വരും, ഒരുപാട് പ്രതികൂലങ്ങൾ വരും. പ്രതികൂലങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും മധ്യത്തിൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ, ക്രിസ്തീയ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ, ക്രിസ്തീയ ആത്മീയതയിൽ ഉറച്ചു നിൽക്കുവാൻ, ശരിയായ പ്രാർത്ഥനയിലും ധാർമ്മികതയിലും നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവത്തിന്റെ യഥാർത്ഥ ശിഷ്യനായിരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. രണ്ടാമതായി, കഷ്ടതയിൽ ആനന്ദിക്കുന്ന ശിഷ്യത്വം. കഷ്ടതയിൽ ആനന്ദിക്കുന്ന ശിഷ്യത്വം. ഇന്നത്തെ ലേഖന വേദഭാഗമായ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങളാണ്. അതിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ശുശ്രൂഷകർക്ക്, ആദിമ ശിഷ്യന്മാർക്ക് ധാരാളം പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വന്നു. 4-ാമത്തെ വാക്യം പറയുന്നത്, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു, സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. വാക്കിലും പ്രവൃത്തിയിലും അവരുടെ ഇടപെടലുകളിലും എല്ലാം ദൈവത്തിന്റെ ശുശ്രൂഷകരായി, ദൈവത്തിന്റെ ശിഷ്യന്മാരായി, ക്രിസ്തുവിന്റെ ശിഷ്യരായി അവര് തങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്നു. ഒരുപാട് പ്രതികൂല അനുഭവങ്ങൾ വന്നു. 5-ാം വാക്യം പറയുന്നതാണ്, ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞ, ഇങ്ങനെ ഒരുപാട് പ്രതികൂലങ്ങളും ഒരുപാട് പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ വന്നപ്പോഴെല്ലാം ആ ശിക്ഷണങ്ങളെല്ലാം, അതിനെല്ലാം, ആ കഷ്ടതകളെയും പ്രതികൂലങ്ങളെയും ശിക്ഷണമാക്കി മാറ്റിക്കൊണ്ട് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരായി അവർ ജീവിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്നത്, സ്നേഹം, സത്യവചനം, ദൈവഭക്തി, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ച് ചതിയന്മാരെന്നിട്ടും സത്യവാൻമാർ. അവിടെ പറയുകയാണ്, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുമെന്ന് അറിഞ്ഞിട്ടും അതാ ജീവിക്കുന്നവർ. ഇങ്ങനെ എല്ലാ തരത്തിലും അവർ വിശുദ്ധിയിൽ ജീവിക്കാനായി അവർ തയ്യാറായി, ദൈവത്തിൽ ആരാധിച്ച് ജീവിക്കുവാൻ അവർ തയ്യാറായി. മാതൃകയുള്ള അച്ചടക്കത്തിന്റെ ജീവിതശൈലി അവര് സ്വീകരിക്കാനായിട്ട് തയ്യാറായി. അച്ചടക്കത്തിന്റെ ജീവിതശൈലി അവര് സ്വീകരിച്ചു. അതുകൊണ്ട് കഷ്ടതയിൽ ആനന്ദിക്കുന്ന ശിഷ്യത്വം, ഒരുപാട് പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ അവർ അതെല്ലാം ശിക്ഷണമാക്കി മാറ്റിക്കൊണ്ട് ക്രിസ്തുവിന്റെ ശിഷ്യരായി ജീവിപ്പാൻ അവർ തയ്യാറായി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ധാരാളം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധി നമ്മുടെ ചുറ്റിലുമുണ്ട്. ഒരുമിച്ച് കൂടി വരാൻ സാധിക്കാത്ത പ്രതിസന്ധിയുണ്ട്. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ പരിമിതികളുടെ പ്രതിസന്ധിയുണ്ട്. കൂട്ടായ്മ ആചരിക്കുന്നതിന് പ്രതിസന്ധിയുണ്ട്. ഉപജീവന മാർഗങ്ങൾ ചെയ്യാൻ പ്രതിസന്ധിയുണ്ട്. കഷ്ടതയുണ്ട്, കടഭാരമുണ്ട്, പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ചികിത്സാ പരിമിതികളുണ്ട്, ഒരുമിച്ച് കാണാൻ പോലും സാധിക്കാത്ത, സഹായിക്കാൻ പറ്റാത്ത പരിമിതികളുണ്ട്. ഈ പരിമിതികളെല്ലാം കർത്താവ് നൽകുന്ന ഈ ശോധനകളെല്ലാം ശിക്ഷണങ്ങളാക്കി മാറ്റിക്കൊണ്ട് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി മാറുവാൻ നമുക്ക് സാധിക്കണം. ഈ പരിമിതികളെല്ലാം നേട്ടങ്ങളാക്കി മാറ്റുവാൻ, ചവിട്ടുപടിയാക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരായി രൂപപ്പെടാൻ നമുക്ക് സാധിക്കണം എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആദിമ ശിഷ്യന്മാരും അവരുടെ എല്ലാം ജീവിതത്തിൽ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം പരിമിതികളെയെല്ലാം ചവിട്ടുപടികളാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ശിഷ്യന്മാരായി മാറി രൂപപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മൂന്നാമതായി, ശുശ്രൂഷയുടെ ശിഷ്യത്വം. ശുശ്രൂഷയുടെ ശിഷ്യത്വം. ഇന്നത്തെ സുവിശേഷ പാഠമായ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 45 മുതലുള്ള 45-ാമത്തെ വാക്യം ഏതാണ് പറയുന്നത്? മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് എന്നാണ് ആ ഭാഗത്ത് കാണുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്കറിയാം, സബദി മക്കളായ യാക്കോബും യോഹന്നാനും യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അവരോട് പറയുകയാണ്, ഞങ്ങൾക്ക് അവിടുത്തെ മഹത്വത്തിൽ ഒരുത്തന്നെ വലത്തും ഇടത്തും ഇരിക്കാനുള്ള അവസരം തന്നെ. ശ്രേഷ്ഠതയാണ് ആഗ്രഹിക്കുന്നത്, ഉന്നത സ്ഥാനമാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് ഉന്നത സ്ഥാനം വേണം, നേട്ടങ്ങൾ വേണം, സംവിധാനങ്ങൾ വേണം. ഒരു സാധാരണ ഇന്ന് പലരും ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അന്ന് ശിഷ്യന്മാരും ആഗ്രഹിച്ചു. പക്ഷേ യേശു കർത്താവ് അതിനെ ശക്തമായി തന്റെ ഉപദേശത്തിലൂടെ അതിനെ മാറ്റുകയാണ്. നിങ്ങളിൽ ഒരുത്തൻ മഹാനാകാൻ ഇച്ഛിക്കുന്നതെങ്കിൽ അവൻ ശുശ്രൂഷക്കാരനാണ്. ഒരുത്തൻ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവൻ, വലിയനാകാൻ ഇച്ഛിക്കുന്നെങ്കിൽ
അവൻ എല്ലാവരുടെയും ദാസനാകണം എന്നുള്ള ഒരു പുതിയ പഠിപ്പിക്കൽ നൽകുകയാണ്. ഒരു പുതിയ നിലപാട്, ഒരു പുതിയ ജീവിത ശൈലി, ഒരു പുതിയ ക്രമം യേശു കർത്താവ് നമ്മെ ഓരോരുത്തരെയും തന്റെ ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. നിലപാടുകളുടെ ശിഷ്യത്വം നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ഈ ശിഷ്യന്മാരൊക്കെ പലരും അവരെ എതിർക്കുന്നുണ്ട്. അപ്പോഴേക്ക് യേശു പറയുന്നത്, നിങ്ങളിൽ അങ്ങനെ പാടില്ല. ജാതികളാണ് ഇങ്ങനെയുള്ള സ്ഥാനങ്ങളും മാനങ്ങളും നേട്ടങ്ങൾക്കും അതിന്റെ പിറകെ പോകുന്നത്. ഈ ഭൗതികതയുടെ പിന്നാലെയും ഇന്നത്തെ ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് പിന്നാലെയും പോകും. നിങ്ങളിൽ അങ്ങനെ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? വലിയവൻ ശുശ്രൂഷക്കാരനായി മാറണം, ഒന്നാമത്തവൻ ദാസനായി മാറണം. ആ ദാസ്യത്വത്തിന്റെയും ശുശ്രൂഷയുടെയും അനുഭവമാണ് യേശു കർത്താവ് തന്റെ ക്രൂശോളവും തന്റെ അന്ത്യത്താഴ സമയത്തും യേശു കർത്താവ് ഒരു ദാസൻ ചെയ്യേണ്ടത്, അടിമ ചെയ്യേണ്ടുന്ന ശുശ്രൂഷ, കാൽകടികൾ ശുശ്രൂഷ ചെയ്ത് യേശു കർത്താവ് അത് കാണിച്ചു തന്നു. അതാണ് പറയുന്നത്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ശുശ്രൂഷ മനോഭാവം, ദാസ്യത്വത്തിന്റെ മനോഭാവം ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ നമ്മൾ പഠിച്ചു നിലപാടുകളിലൂടെയുള്ള ശിഷ്യത്വമാണ്, ധാർമ്മിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ശിഷ്യത്വമാണ് ദാനിയേലും ശദ്രക് മേശക്കും അബേദ്നെഗോവും ഒക്കെ ജീവിതത്തിൽ കാണിച്ചു തന്നത്. നിലപാടുകളുടെ ശിഷ്യത്വം, ധാർമ്മിക മൂല്യങ്ങൾ, ജീവിത വിശുദ്ധിയുടെ, കപടാത്മീയതയുടെ അല്ല, ശരിയായ ആത്മീയതയുടെ ശിഷ്യത്വം കാണിച്ചു തരികയാണ്. ആദിമ ശിഷ്യന്മാർ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ പോരാളികളായി മാറി എന്ന് കാണുവാനായിട്ട് സാധിക്കും. അധികാര ഘടനകൾക്കും അന്നത്തെ പരിമിതികൾക്കൊക്കെ അപ്പുറമായി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ അവരോരോരുത്തരും തയ്യാറായി. അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ ഇങ്ങനെ കാണാം. എന്റെ അടുക്കൽ, യേശു പറയുകയാണ്, എന്റെ അടുക്കൽ വരികയും തങ്ങളുടെ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പയക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്നാണ് അവിടെ പറയുന്നത്. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് തന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ശിഷ്യത്വത്തിന്റെ ഒരു അനുഭവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. കുരിശെടുത്തുകൊണ്ട് അനുഗമിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നാണ്. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്യുകയാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നുള്ള സന്ദേശം നൽകുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നൽകുന്ന ശിഷ്യത്വത്തിന്റെ മാതൃക നമുക്ക് സ്വീകരിക്കാം. ക്രിസ്തു നൽകുന്ന ശിഷ്യത്വത്തിന്റെ മാതൃക അത് ധാർമ്മികതയുടെയാണ്, ജീവിത വിശുദ്ധിയുടെയാണ്, സത്യസന്ധമായ ആത്മീയതയുടെയാണ്, ദാസ്യത്വത്തിന്റെയും സഹനത്തിന്റെയും മാതൃകയാണ്. അങ്ങനെ ദാസ്യത്വത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധിയുടെയും ജീവിത വിശുദ്ധിയുടെയും ശിഷ്യത്വത്തിന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി ജീവിക്കുവാൻ, ക്രിസ്തുവിന്റെ അനുയായികളായി ജീവിക്കുക മാത്രമല്ല കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി ജീവിക്കുകയും അതോടൊപ്പം നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ വരവിന് അവകാശികളായി തീരണം. ക്രിസ്തുവിന്റെ രാജ്യത്തിന് നമ്മൾ ഓരോരുത്തരും അവകാശികളായി തീരണം. അപ്പൊ ക്രിസ്തുവിന്റെ രാജ്യത്തിന് അവകാശികളായി തീരുവാൻ, ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ ഈ ഭൂമിയിൽ നൽകുന്നവരായി മാറുവാൻ, ഈ ദൈവരാജ്യ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിത്യജീവന് അവകാശികളായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ശക്തിയിരിക്കുമാറാകട്ടെ. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ തുടങ്ങുന്ന 215-ാമത്തെ ഗാനം സമാപന ഗാനമായിട്ട് നമുക്ക് ആരംഭിക്കാം. 215-ാമത്തെ യേശുവെ പോലെ ആകുവാൻ
പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ദാതാവായിരിക്കുന്ന കർത്താവേ, ഒരുതൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുമ്പോൾ മാത്രമേ എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, പലതരത്തിലുള്ള പ്രലോഭനങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ ലോകത്തിൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യരായി ജീവിക്കുവാനും അവിടുത്തെ വരവിനായിട്ട് തയ്യാറെടുക്കുവാനും ഇന്ന് ഞങ്ങൾക്ക് നൽകിയ ചിന്തകൾക്കായി ആലോചനകൾക്കായിട്ട് സ്തോത്രം അർപ്പിക്കുന്നു. അവിടുത്തെ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ജീവിക്കുവാൻ തുടർന്നും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഒരുപാട് സുഖലോലുപതയുടെ സാധ്യതകൾ ലഭിച്ചിട്ടും അതിനെ ഉപേക്ഷിച്ചിട്ട് വിശുദ്ധിയുടെ സത്യസന്ധതയുടെ ആത്മീയത തിരഞ്ഞെടുത്തതുപോലെ, പ്രാർത്ഥനയുള്ള ജീവിതം നയിച്ചതുപോലെ, സിംഹക്കൂടിനെ പോലും തരണം ചെയ്യുവാനായിട്ട് ആ പ്രാർത്ഥനാ ജീവിതം സഹായകരമായതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവത്തിലുള്ള ആരാധനയിലും പ്രാർത്ഥനയിലും ജീവിത വിശുദ്ധിയിലും മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നേട്ടങ്ങൾ എന്ന് കരുതുന്നതിനെ ത്യജിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനും വിട്ടുകൊടുക്കുവാനും ഒക്കെ ഉള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയത അത് അഭിനയിക്കാനുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ആത്മീയ ജീവിതത്തിലും ഞങ്ങൾ മുന്നേറുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തി ജീവിതങ്ങളെയും അതിനായിട്ട് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിച്ച് അനുഗ്രഹീതരാകുവാനും ദൈവത്തിന്റെ കൃപകളാൽ നന്മകളാൽ നിറയപ്പെടുവാനും അവിടുന്ന് സഹായിക്കുമാറാകണമേ, അവിടുത്തെ ആത്മാവിൽ ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവാലയങ്ങളിൽ കൂടി വന്ന് ആരാധിപ്പാനായി അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് ഈ ആഴ്ച ഇവിടത്തെ അനുഗ്രഹിച്ച് നൽകണമേ. ഈ ആഴ്ചയിലുള്ള ഞങ്ങളുടെ യാത്രകൾ, പ്രവർത്തനങ്ങൾ, അധ്വാനങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ വ്യാഴാഴ്ചയാകുമ്പോൾ ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഈ 2021 വർഷത്തിന്റെ 6 മാസം ഞങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് അതിന്റെ അടുത്ത അർത്ഥപാതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ പകരണമേ. പുതിയ മാസം പുതിയ നന്മകളും പുതിയ പ്രതീക്ഷകളും പുതിയ അനുഗ്രഹങ്ങളുടെയും മാസമാക്കി അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങളെല്ലാം സൂക്ഷിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. സൗഖ്യത്തോടെ പരിപാലിക്കണം. മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അവിടത്തേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. ധൈര്യപ്പെടുവിൻ. തീയതിനെ വെറുത്ത് നല്ലതിനെ മാത്രം മുറുകെ പിടിക്കും. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തമ്മിലും എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്യും. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ബലഹീനരെ താങ്ങുവിൻ. കഷ്ടപ്പെടുന്നവരെ സഹായിക്കും. എല്ലാവരെയും ബഹുമാനിക്കും. പരിശുദ്ധാത്മശക്തിയിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യും. പിന്നെ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി എനിക്ക് മാറാകട്ടെ. ആമേൻ. വന്ദനം നിനക്കാവേ മനസ്സലിഹുദയ